ഫുള്ള് പുസ്തകപ്പുഴയാണെങ്കിൽ മറ്റേ ഫുള്ള് സ്കിൻ കെയർ, വേറൊരാൾ ഫുള്ള് ഗിറ്റാർ, കുറച്ചെണ്ണം ഫുള്ള് ബോഡി ബിൽഡിങ്ങിൽ, ഇതിലൊന്നും പെടാതെ ഒരാളും. അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്വഭാവമുള്ള നമ്മളെ BTS മെമ്പേഴ്സിന്റെ ഒരു 6.25 മിനിറ്റോളം നീണ്ടു നിന്ന നോർമൽ ലോഗ് ബങ്താൻ TVയിൽ വന്നിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ 2026 BTS ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ BTS മെമ്പേഴ്സിന്റെ ഒരു ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ ബങ്താൻ TVയിൽ വന്നിട്ടുള്ളത്. ഇനി ഒരു വ്ളോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആറാം രാവിലെ ഒരു 11 മണിക്കാണ് എണീറ്റിട്ടുള്ളത്. ആ ഒരു എണീറ്റ ടൈമിൽ ആൾ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ബുക്ക് വായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തൊട്ടും ഇങ്ങോട്ട് ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു വ്ളോഗ് കഴിയുന്ന 6.25 മിനിറ്റ് വരെ ഈ ഒരു വായന തന്നെയായിരുന്നു കേട്ടോ. ഇനി ലെൻസ് ഇല്ലാത്തതുകൊണ്ട് കണ്ണട വെച്ചിട്ടാണ് ആൾ ഈ ഒരു ബുക്ക് വായിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാവരും ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഇത് ലോഗ് ഔട്ട് ചെയ്തിട്ട് പോണത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ ഹോബി എണീറ്റ സമയം ഏകദേശം 1 മണിയാണെന്നാണ് ആൾ കാണിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോകണം, അപ്പോൾ ഒന്ന് മുഖം വാഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. പിന്നെ അങ്ങോട്ട് ഫുള്ള് സ്കിൻ കെയർ ആയിരുന്നു. ആ ഒരു പെർഫെക്റ്റ് സ്കിൻ കെയർ കണ്ടാൽ തന്നെ അറിയാം ഹോബി തന്റെ ബ്യൂട്ടി വ്ളോഗർ സിസ്റ്ററിന്റെ കയ്യിൽ നിന്നാണ് ഈ ടിപ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇനി ഹോബിന്റെ ഈ ഒരു സ്കിൻ കെയർ അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാട്ടെ. ഈ ഒരു സ്കിൻ കെയർ ആൾ ഫസ്റ്റ് വന്നിട്ട് ഫേസ് വാഷ് ചെയ്യാൻ കേട്ടോ. വാഷ് ചെയ്യുന്നത് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടൊന്നുമല്ല, വെറും പച്ചവെള്ളത്തിൽ നന്നായിട്ട് മുഖം കഴുകുകയാണ്. ഇനി വാഷ് ചെയ്തിട്ട് ആൾ മുഖം തുടയ്ക്കുന്നത് ടവലിലൊന്നല്ല, ഫേസ് പേപ്പറിലാണ് കേട്ടോ. അത് ഉപയോഗിച്ചിട്ടാണ് മുഖം തുടയ്ക്കുന്നത്. ഇനി ഒരു ഫേസ് തുടച്ചതിന് ശേഷം ആ ഒരു ഫേസ് ഒരു ടോണർ പാഡും കൊണ്ട് ക്ലീൻ ആക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഹോബി വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നല്ല സ്കിന്ന് ഉണ്ടാവുക, അതെങ്ങനെയാണ് നല്ല സ്കിൻ ആവേണ്ടത് എന്നുള്ളത്. അത്രയും ക്ലിയർ ആയിട്ട് സ്കിന്നുള്ള ഹോബി എന്നെ ഇമാതിരി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളെന്താ പറയുക. എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ ഒരു എസൻസ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത് ഫേസിൽ. ഇതൊക്കെ മസാജ് ചെയ്തിട്ടാണ് കേട്ടോ മുഖത്ത് ഹോബി തേച്ച് പിടിപ്പിക്കുന്നത്. അതും കൂടി കഴിഞ്ഞിട്ട് ഒരു 100 വോൾട്ടിന്റെ ചിരി ആർമീസിന് തന്നിട്ടാണ് ഹോബി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോണത്. നെക്സ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു കേട്ടോ. അതായത് എന്താണെന്ന് ഇടാൻ പോണത്, ഏത് ടീഷർട്ടാണ്, ഏത് ട്രൗസേഴ്സ് ആണ്, പുറത്ത് ചൂടായതുകൊണ്ട് ഷോർട്സ് ആണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഏത് ഷൂസ് ആണ്, സോക്സ് ആണ്, ഓർണമെന്റ്സ്, ജിന്നേട്ടൻ തന്നൊരു നെക്ലേസ് ഉണ്ട്, അത് ഇടാന്ന് പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞ് ഒരു വാച്ചും കൂടി സെലക്ട് ചെയ്തപ്പോൾ ആളെ ഗെറ്റ് റെഡി വിത്ത് മീ ഫുള്ളായി. അത് കഴിഞ്ഞിട്ട് ഒരു OTTD അതായത് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേയും കൂടി കാണിച്ചിട്ടാണ് ആളുടെ ആ ഒരു വ്ളോഗ് എൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വ്ളോഗ് നമ്മുടെ പൂച്ചസാറിൻ്റെയാണ്. പൂച്ചസാർ ഏകദേശം ഒരു 2 മണിയാണ് സമയം എന്നാണ് ആ ഒരു വ്ളോഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അപ്പോൾ എണീറ്റിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ സാധാരണ ഈ ഒരു ഒഴിവുള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് തന്നെ റൂമിൽ തന്നെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ റൂമിലിരിക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പോകണമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരണം, അങ്ങനെ ഒരു ഇതും കൂടെ പറയുന്നുണ്ട്. പിന്നെ ആൾ പോയിട്ട് ചെറിയൊരു ക്യാൻ സോഡ എടുത്ത് വരുന്നുണ്ട്, അത് കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഗിറ്റാർ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ പുതിയ ഗിറ്റാർ വാങ്ങിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ആർമിസിനെ കാണിക്കുന്നുണ്ട്. ആളെ ഹോബി ഇങ്ങനെ ഗിറ്റാർ പ്ലേയിങ് ആണെന്നുള്ള ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ. അപ്പോൾ ആ ഒരു ഗിറ്റാർ കസ്റ്റമേഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആർമീസിന് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മിനി ആമ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗിറ്റാർ വായിക്കാനുള്ള അത് കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗിറ്റാർ ഇടുന്ന ബാഗ് കാണിച്ചു തരുന്നുണ്ട്. അത് ഒരു കോൺസേർട്ടിന് പോയപ്പോൾ അതേപോലെ തന്നെ അവിടെ ഒരാളെ കയ്യിൽ കണ്ടിട്ട് ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ്, ഈ ഒരു ബാഗാണ് യൂസ് ചെയ്ത് വെച്ചിട്ട് വാങ്ങിച്ചാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കാര്യമായിട്ട് ഇങ്ങനെ വ്ളോഗ് ഉണ്ടായിരുന്നത്. അതായത് ആളെ പറയുന്നുണ്ട്, ഞാനങ്ങനെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ഒഴിവുള്ള ദിവസങ്ങളിൽ. ഇപ്പോൾ ഗിറ്റാർ വായിച്ചിട്ട് കുറേ ആയി, ഒരു ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് വായിക്കാമെന്ന് വിചാരിച്ചു എന്നുള്ള പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം നംജുനായിട്ട് ഞാൻ ഒപ്പം വായിക്കാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു ഗിറ്റാർ പ്ലേയിങ് ആണ് കേട്ടോ യുങ്കിന്റെ വ്ളോഗത്തെ മെയിൻ. ഇനി നെക്സ്റ്റ് നമ്മുടെ ജിന്നിന്റെ വ്ളോഗ്. ജിന്നിന്റെ വ്ളോഗിൽ യൂഷ്വലി ഞാൻ എക്സ്പെക്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ വല്ല സ്കിൻ കെയർ റുട്ടീനോ അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരിക്കുന്നതാണ്. പക്ഷേ ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ആള് ജിമ്മിലാണ്, ജിം വ്ളോഗാണ് കാണിച്ചത്. ജങ്കുക്ക് ഇപ്പം അടുത്ത് ജിന്നിന്റെ കൂടെ വന്ന ലൈവിൽ പറഞ്ഞിരുന്നല്ലോ, ജിന്ന് ഇപ്പം നല്ല ബോഡി ബിൽഡിങ്ങിലും കാര്യങ്ങളൊക്കെയാണ്, ആളെ ബോഡിയൊക്കെ നല്ല സെറ്റപ്പാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആള് ജിമ്മിലാണ്. ഈ ഒരു സമയത്ത് അവിടെ ജിന്ന് മാത്രമല്ല ബാക്കി മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ജങ്കുക്കും അവിടെ വന്നിട്ട് ഏന്തി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിന്ന് പിന്നെ പുള്ളപ്പാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഈ ഒരു വർക്കൗട്ട് സംഭവമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഉറക്കമല്ലാതെ കിട്ടിയിട്ടില്ല, ഞാൻ 6 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട്, 2 മണിക്കായിരുന്നു ഉറങ്ങിയെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ ഒരു വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ജിന്ന് ചോദിക്കുന്നുണ്ട്, അതായത് ആൾക്കാർ റെസ്റ്റ് ചെയ്യുമ്പോഴല്ലേ ഹെൽത്തി ആയിട്ട് വരും, പിന്നെ എങ്ങനെ ഇത് എക്സസൈസ് ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ട് വരുന്നത് എങ്ങനെയെന്നുള്ള അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടൊരു സംഭവം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജിന്നി ഒരു എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ജിമ്മിനെ അവിടേക്ക് കയറി വരുന്നുണ്ട്. ജിന്നെ എക്സസൈസ് ചെയ്യണമെന്ന് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെയ്യുന്ന സംഭവം ജിന്നിന് ചെയ്യാൻ പറ്റണില്ല. ആള് കുഴങ്ങിയിട്ട്, അതായത് ആൾക്ക് മടുത്തിട്ടുണ്ട്, അവിടെ കുഴങ്ങി കിടക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് ഒരു ട്രെയിനർ പറയുന്ന ടൈമിങ് കഴിഞ്ഞിട്ട് ആൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ജിന്ന് ഇത് ചെയ്ത് കണ്ടിട്ട് ജിമ്മിൻ പറയുന്നുണ്ട് നന്നായി ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ജിന്ന് പറയുന്നുണ്ട് ജിമ്മിനോട്, നിനക്കിത് 20 ചെയ്യാൻ കഴിയും, നല്ലതിൽ ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ ജിമ്മി പറയുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ ഇഷ്ടമല്ല, ഇത് ജങ്കുക്കിന് ഇഷ്ടമുള്ള സംഭവമാണ്, അവൻ മിലിറ്ററിയിലായിരുന്ന സമയത്ത് ഇത് നല്ലോണം ചെയ്തിരുന്നു, എനിക്കിത് ചെയ്യുന്ന ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ജിന്ന് പറയുന്നത് എനിക്കിത് ചെയ്യുന്ന ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ ജിന്നിന്റെ വർക്കൗട്ടിന്റെ ചെറിയൊരു പാർട്ട് കാണിച്ചിട്ട് ജിന്നിന്റെ ആ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാൻ കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ജിമിനാണ്. ജിമിന് ഒരു 8 PM ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ആ ടാമ്പ കോൺസെർട്ട് കഴിഞ്ഞ സമയത്ത് എടുത്ത വ്ളോഗ് ആയിരുന്നു. അപ്പോൾ ജിമി പറയുന്നത് ടാമ്പ കോൺസെർട്ട് ഇപ്പോൾ കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് എൽപാസോയിലേക്ക് പോകണം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പാക്കിങ്ങിലാണ് ആള്. ഇനി ഒരു പാക്കിങ്ങിന്റെ ഇടയ്ക്ക് ഓരോ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് സപ്ലിമെന്റ്സ് എടുക്കുന്ന
എടുക്കണമെന്ന് കാര്യം മറന്നിരുന്നു. അപ്പോൾ ഈ ഒരു പാക്കിങ്ങിനിടയ്ക്കാണ് അത് ഓർമ്മ വന്നത്. അത് എടുക്കുന്നുണ്ട് വിറ്റമിൻ സി ഒക്കെ. അപ്പോൾ ഈ ഒരു പാക്കിങ്ങോടെ ജിമ്മിന്റെ വ്ളോഗ് എൻഡ് ചെയ്തു. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് വീന്റെ വ്ളോഗാണ്. വീന്റെ വ്ളോഗിൽ സ്റ്റാർട്ടിങ്ങിൽ ആൾ പറയുന്നത് ആള് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വർക്കൗട്ട് ഇന്ന് ഷോൾഡേഴ്സിന്റെ വർക്കൗട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ വീന്റെ കൂടെ ഹോബിയും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു വർക്കൗട്ടിന് പോകാൻ. അപ്പോൾ ഹോബീനെ കാണിക്കുന്നുണ്ട്. പിന്നെ അവർ ജിമ്മിൽ ഇവർ കയറുമ്പോൾ അവിടെ നമ്മുടെ ഫേമസ് ബോഡി ഗാർഡ് മിസ്റ്റർ ലീയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളൊരു വർക്കൗട്ട് തന്നെ ആയിരുന്നു കേട്ടോ അവിടുത്തെ അങ്ങോട്ട്. ഈ ഒരു വർക്കൗട്ട് ഹോബിയായിട്ട് ഒരുമിച്ചൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ത്രൂ ഔട്ട് ഈ ഒരു വ്ളോഗിൽ മെയിനായിട്ട് വർക്കൗട്ട് ആയിരുന്നു. പിന്നെ ഒരു വർക്കൗട്ട് ഹോബിയായിട്ട് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഹോബിക്ക് കുറെ വർക്കൗട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വി. അങ്ങനെ ആ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഒരു വ്ളോഗ് അവിടെ തീർന്നു. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ ജങ്കൂക്കിന്റെ വ്ളോഗാണ് ലാസ്റ്റ് വന്നത്. അത് ആളൊരു 11:20 ഒക്കെ ആ ഒരു ടൈമിനാണ് ഈ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ജിമ്മാണ് കാണുന്നത്, വർക്കൗട്ടിനാണ് ആളിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു ടൂറിന്റെ റുട്ടീനായിരിക്കും പറയുന്നത്. ആളോ ഒരു യൂഷ്വലി ഇപ്പോൾ ഒരു 10-12 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു വർക്കൗട്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യലുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആൾ ഫസ്റ്റ് ഒരു വാമപ്പ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്, പുള്ളപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ മാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള സോങ് കേൾക്കാറുണ്ട് എന്നൊന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതേപോലെ തന്നെ അന്ന് ആ ഒരു വർക്കൗട്ട് ചെയ്തിട്ട് ഇനി ഒരു 1-2 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാനാണ് ഉദ്ദേശം. അതായത് വരുന്നില്ല, ജിം ചെയ്യുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്കിന്റെ ഒരു വ്ളോഗിലും അധികം ഫുൾ വർക്കൗട്ട് തന്നെ ആയിരുന്നു. പിന്നെ ഒരു വർക്കൗട്ടിന്റെ ഇടയ്ക്ക് ചിലതൊക്കെ കുറച്ച് ചെയ്യുന്നുള്ളൂ. ആൾ പറയുന്നത് ഇങ്ങനെ ഓവർഡു ചെയ്യുന്നില്ല, അപ്പോൾ കുറച്ച് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല ഹാർഡ് വർക്കിംഗിൽ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് താൻ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ജങ്കുക്ക് ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഈ ഒരു 7 ആളെ ചെറിയൊരു ഷോർട്ട് വ്ളോഗ്. അതായത് 6.25 മിനിറ്റാണ് 7 ആളെ വ്ളോഗ് ഉണ്ടായിരുന്നത്. ഓരോരുത്തരുടെ വ്ളോഗും 6.25 മിനിറ്റോളം ഉണ്ടായിരുന്നത്. ഈ ഒരു വ്ളോഗിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവരൊരു ഡെയിലി റുട്ടീനിലുള്ള ഒരു കാര്യം, ഒരു ടൈം അറ്റ് എ ടൈം ഒരു കാര്യം മാത്രം കാണിച്ചിട്ടുള്ള ഒരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ ആ ഒരു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്ളോഗ്സിൻ്റെ ഒക്കെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. അതാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇടാൻ കാരണം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്ളോഗിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഈ നെക്സ്റ്റ് എക്സ്പ്ലനേഷനായിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.